അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഫ്ദലി റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അജ്മഈൻ അമ്മാ ബഅദ്. അൽഹംദുലില്ലാ, പരിശുദ്ധമായ റമളാനിൻ്റെ ഒരു പുതിയ പ്രഭാതത്തിലാണ് നാം ഏവരുമുള്ളത്. അള്ളാഹു നമ്മുടെ അമലുകളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയം അള്ളാഹുവിൻ്റെ മലക്കുകളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അള്ളാഹുവിന് ധാരാളം സൃഷ്ടികൾ ഉണ്ട് എന്ന് നമുക്കറിയാം. മനുഷ്യന്മാരും ജിന്നുകളും ഭൂതങ്ങളും പക്ഷിപർവാദികൾ മുതൽ ധാരാളം സൃഷ്ടികൾ രക്ഷിതാവായ പടച്ചവനുണ്ട്. അക്കൂട്ടത്തിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ശ്രേഷ്ഠവാന്മാരായ സൃഷ്ടിയാണ് മലക്കുകൾ എന്നുള്ളത്. ആ മലക്കുകളെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് പ്രകാശം കൊണ്ടാണ്. മനുഷ്യന്മാരെ മണ്ണുകൊണ്ടും ഭൂതങ്ങളെ അല്ലെങ്കിൽ ജിന്നുകളെ തീ കൊണ്ടും സൃഷ്ടിച്ച റബ്ബ് മലക്കുകളെ സൃഷ്ടിക്കാൻ ഉപയോഗിച്ചത് പ്രകാശം കൊണ്ടാണ്. ഇത് തന്നെ അവരുടെ മഹത്വത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ്. കാരണം അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയത് അള്ളാഹു നൂറുസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ പ്രകാശമാണ് അള്ളാഹു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തിയതും അങ്ങനെ തന്നെയാണ്. സിറാജം മുനീറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രകാശിക്കുന്ന വിളക്കാണ്. പരിശുദ്ധമായ ഖുർആനിനെയും നൂറ് എന്ന പദത്തിൽ അള്ളാഹു പ്രകാശമെന്ന് അള്ളാഹു വിശേഷിപ്പിക്കുകയാണ്. ഇങ്ങനെ അള്ളാഹുവിന് പ്രിയങ്കരമായ സകലതിനെയും പ്രകാശത്തോടാണ് അള്ളാഹു ഉപമിക്കുന്നത്. ഇൽമിനെക്കുറിച്ചും ദീനിനെക്കുറിച്ചും അള്ളാഹു പറഞ്ഞത് പ്രകാശമെന്ന് തന്നെയാണ്. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി, അള്ളാഹുവിൻ്റെ പ്രകാശത്തെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീനിനെ ഊതിക്കെടുത്തുവാൻ ശ്രമിക്കുന്ന ആളുകൾ. ഇവിടെ ദീനിനെക്കുറിച്ച് പറഞ്ഞതെപ്പോഴും പ്രകാശം എന്ന വാക്ക് അള്ളാഹു ഉപയോഗിച്ചു. പ്രിയമുള്ളവരെ, ഇത്രത്തോളം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രകാശം കൊണ്ട് തന്നെ സൃഷ്ടിക്കപ്പെട്ടവരാണ് മലക്കുകൾ. അവരുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് പ്രകാശമാണ്. മനുഷ്യൻ്റെ അടിസ്ഥാനം മണ്ണായതുപോലെ മലക്കുകളുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് പ്രകാശമാണ്. അവരുടെ ജോലി എന്താണ്? അവരുടെ ജോലി പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ലാ യഅ്സൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. രണ്ട് വാക്കിൽ മലക്കുകളെക്കുറിച്ച് അള്ളാഹു പറയുകയാണ്. ലാ യഅ്സൂന അല്ലാഹ മാ അമറഹും, അള്ളാഹു കൽപ്പിച്ച ഒരു കാര്യത്തിന് അവരെതിരെ പ്രവർത്തിക്കില്ല. വയഫ്അലൂന മാ യുഅ്മറൂൻ, എന്തൊക്കെയാണോ പടച്ചവൻ ചെയ്യാൻ പറഞ്ഞത് അതിന് അക്ഷരം വള്ളി പുള്ളി തെറ്റാതെ അവർ ചെയ്യും. അവരുടെ ഈമാൻ എപ്പോഴും ഉയർന്നു തന്നെയായിരിക്കും. അള്ളാഹുവിലുള്ള അവരുടെ വിശ്വാസത്തിന് ഒരിക്കൽ പോലും ഒരു കടുകുമണിയുടെ അളവ് താഴ്ച സംഭവിക്കില്ല എന്നർത്ഥം. എന്ത് പടച്ചവൻ പറഞ്ഞാലും മനുഷ്യരായ നമ്മളോട് അള്ളാഹു പല കാര്യങ്ങളും ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷേ നമ്മളെല്ലാം ഒന്നും ചെയ്യുന്നവരല്ല. പല കാര്യങ്ങളും ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. എന്നാൽ അത്തരം പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുകയുമുണ്ട്. എന്നാൽ മലക്കുകളെ നോക്കൂ, ലാ യഅ്സൂന അല്ലാഹ്, ഒരിക്കലും അള്ളാഹുവിന് അവർ എതിര് പ്രവർത്തിക്കില്ല. ഒരു പാപവും അവർ ചെയ്യുകയില്ല. ഒരു തെറ്റുകളും ഇന്ന മലക്ക് ഇന്ന തെറ്റ് ചെയ്തുവെന്ന് ലോകാവസാനം വരെ മലക്കുകളെക്കുറിച്ച് പറയാൻ കഴിയില്ല. വയഫ്അലൂന മാ യുഅ്മറൂൻ, അള്ളാഹു ചെയ്യാൻ പറഞ്ഞ ഒരു കാര്യം ഇന്ന മലക്ക് ചെയ്തില്ല എന്നും ലോകാവസാനം വരെ പറയാൻ കഴിയില്ല. അത്രയും സൃഷ്ടിജാലങ്ങളുടെ കൂട്ടത്തിൽ അത്യുന്നതരും അത്യുത്കൃഷ്ടരും ശ്രേഷ്ഠവാന്മാരുമാണ് മലക്കുകൾ എന്നുള്ളത്. ഈ മലക്കുകൾക്ക് ദുആ ചെയ്യാനുള്ള കഴിവൊക്കെ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അവർക്ക് പുരുഷനെന്നോ സ്ത്രീയെന്നോ ലിംഗഭേദങ്ങളൊന്നുമില്ല. അവർക്ക് ആരുടെ അടുക്കലും ചെല്ലാം. അവർക്ക് നായ, പന്നി ഒഴികെയുള്ള
മുഴുവൻ രൂപങ്ങളും പ്രാപിക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. മനുഷ്യന്മാർക്ക് കൊടുക്കാത്ത ധാരാളം അമാനുഷികമായ, മനുഷ്യന്മാർക്ക് അതീതമായ ധാരാളം കഴിവുകൾ അള്ളാഹു കൊടുത്തൊരു വിഭാഗമാണ് മലക്കുകൾ എന്നുള്ളത്. ഈ മലക്കുകൾക്ക് അള്ളാഹു കൊടുത്ത മറ്റൊരു പ്രത്യേകത, അവർക്ക് ദുആ ചെയ്യാനുള്ള, അള്ളാഹുവിനോട് കാര്യങ്ങൾ ആവശ്യപ്പെടാനുള്ള കഴിവാണ്. അള്ളാഹ് പറഞ്ഞത് മുഴുവനും പ്രവർത്തിക്കുകയും അള്ളാഹു ചെയ്യരുതേ എന്ന് പറഞ്ഞ ഒരു കാര്യവും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന മലക്കുകളുടെ ദുആ അള്ളാഹു സ്വീകരിക്കാതിരിക്കില്ല. എത്രയോ സംഭവങ്ങൾ മലക്കുകൾ ദുആ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഹദീസുകളിലൂടെ വരുന്നുണ്ട്. ഒരു റമളാനിലാണ് ജിബ്രീൽ എന്ന മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് 3 കാര്യങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്. നബിയോട് പറയുന്നു, അങ്ങ് ആമീൻ പറയുക എന്ന് പറഞ്ഞ് നബി തങ്ങളെ കൊണ്ട് ആമീനും പറയിപ്പിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, എല്ലാ പ്രഭാതത്തിലും ആമീൻ പറയാൻ വേണ്ടി 2 മലക്കുകളുണ്ട്, എല്ലാ പ്രഭാതത്തിലും ദുആ ചെയ്യാൻ 2 മലക്കുകളുണ്ട്. ആരെങ്കിലും തൻ്റെ സഹോദരങ്ങളെ സഹായിച്ചാൽ, തൻ്റെ സമ്പത്ത് ദാനം ചെയ്താൽ, പടച്ചവനെ ഇവന് വർദ്ധിപ്പിച്ചു കൊടുക്കണേ എന്ന് പറയാൻ ഒരു മലക്ക് എല്ലാ ദിവസവും പ്രഭാതത്തിൽ വരും. സമ്പത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാതെ ദാനം പിടിച്ചു വെക്കുന്നവൻ്റെ സമ്പത്തിനെ നീ താഴ്ത്തിക്കളയണേ എന്ന് പറയാൻ മറ്റൊരു മലക്കുമുണ്ടാകും. എന്ന് മാത്രമല്ല, മലക്കുകൾക്ക് ആമീൻ പറയുവാനും മലക്കുകൾ പറയുന്ന ആമീൻ അള്ളാഹു യഥാവിധി ഉത്തരം നൽകുമെന്നുമൊക്കെയുള്ള ധാരാളം സംഭവങ്ങൾ നമുക്ക് ഹദീസുകളിലൂടെ കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, മലക്കുകളെക്കുറിച്ച് ഈ റമളാനിൻ്റെ പ്രഭാതത്തിൽ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, 8 സ്ഥലങ്ങളിൽ വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. നമുക്ക് ജീവിതത്തിൽ പഠിച്ചു വയ്ക്കുകയും ജീവിതത്തിൽ ആ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യേണ്ട സ്ഥലങ്ങൾ. ഈ 8 സ്ഥലങ്ങളിൽ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യും. സുബ്ഹാനല്ലാഹ്, 8 സ്ഥലങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, മലക്കുകൾ ദുആ ചെയ്താൽ ആ ദുആ പടച്ചവൻ തട്ടിക്കളയില്ല. ആ മലക്കുകൾ അള്ളാഹുവിനോട് സാഷ്ടാംഗം പ്രണമിക്കുന്നതിൻ്റെ പേരിൽ അള്ളാഹു ഒരിക്കലും ആ മലക്കുകളുടെ ദുആഇനെ, അവരുടെ ചോദ്യത്തെ, തേടലിനെ തട്ടിക്കളയില്ല, എന്തായാലും സ്വീകരിക്കും. അപ്പോൾ മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്താലോ? ആരും മലക്കുകളിൽ നിന്ന് ഓടി ഒളിക്കുന്നവരല്ല, ആരോടും മലക്കുകൾക്ക് പ്രത്യേകമായി എതിരില്ല. മലക്കുകൾ 8 സ്ഥലങ്ങളിൽ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി മലക്കുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമത്രേ. അതൊരു ചെറിയ കാര്യമല്ല. സ്വീകരിക്കപ്പെടുമെന്നുറപ്പുള്ള ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ നമ്മൾ എത്ര ദൂരത്ത് നിന്നാണെങ്കിലും അവിടെ ഓടിയെത്തും. ഒരു സയ്യിദിൻ്റെയോ ഒരു വലിയ ആലിമിൻ്റെയോ അല്ലെങ്കിൽ ഒരു വലിയ വലിയിൻ്റെയോ ഒക്കെ ദുആ മജ്ലിസ് നടക്കുന്നുവെന്നറിഞ്ഞാൽ നമ്മളവിടെ ഓടിയെത്തും. കാരണം ആ സയ്യിദിൻ്റെ പ്രാർത്ഥനയ്ക്ക്, വലിയിൻ്റെ, ആലിമിൻ്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം ചെയ്യുമെന്നൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് അവിടെയൊക്കെ നമ്മൾ കിലോമീറ്ററുകൾ ഭേദിച്ചുകൊണ്ട് താണ്ടിക്കൊണ്ടെത്തുന്നത്. എന്നാൽ മലക്കുകളുടെ പ്രാർത്ഥന സ്വീകരിക്കുമോ എന്ന ഒരു ശങ്കയ്ക്കും അടിസ്ഥാനമില്ലാത്ത വിധം സ്വീകരിക്കപ്പെടുന്നതാണ്. ആ മലക്കുകൾ 8 സ്ഥലങ്ങളിൽ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമെങ്കിൽ അക്കൂട്ടത്തിൽ പെടുവാൻ ഈമാനികമായ ആവേശമുള്ള ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാണ്. ഒന്നാമതായിട്ട് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുന്നത്, ഒന്നാമത്തെ സ്ഥലം, ഒന്നാമത്തെ സ്വഫിൽ നമസ്കാരത്തിന് വേണ്ടി നിൽക്കുന്നവർക്കാണ്. ഒന്നാമത്തെ സ്വഫിൽ നിൽക്കുക, പള്ളിയിൽ ജമാഅത്ത് നമസ്കാരത്തിൽ ഒന്നാമത്തെ സ്വഫിൽ നിൽക്കുക. തറാവീഹൊക്കെ ഇപ്പോൾ നമ്മൾ ജമാഅത്തായിട്ട് നമസ്കരിക്കുന്ന ഒരു സമയം കൂടിയാണ് റമളാൻ മാസം. ഈ സന്ദർഭങ്ങളിലെല്ലാം ഇമാമിൻ്റെ തൊട്ടു പിന്നിലായിട്ട്, സ്ത്രീകളാകുമ്പോൾ ഇമാമത്ത് നിൽക്കുന്ന സ്ത്രീകൾ ഒരുപാട് മുമ്പിലോട്ട് കയറി നിൽക്കാൻ പാടില്ല. ഒന്നാമത്തെ സ്വഫിൽ നിന്നും ഒരല്പം മുമ്പിലോട്ട് മാത്രമാണ് കയറി നിൽക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇമാമത്ത് നിൽക്കുന്ന വ്യക്തിയുടെ തൊട്ടു പുറകിൽ ഒന്നാമത്തെ സ്വഫിൽ നിൽക്കുന്നവർക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ധാരാളം പ്രത്യേകതകൾ ഒന്നാമത്തെ സ്വഫിൽ നിൽക്കുന്നവർക്ക് നബിതങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഒന്നാമത്തെ സ്വഫിൽ നിൽക്കുന്നതിൻ്റെ മഹത്വം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ
നറുക്കിട്ടിട്ടാണെങ്കിലും ഒന്നാമത്തെ സൊഫ് കരഗതമാക്കുവാൻ വേണ്ടി ആളുകൾ ശ്രമിക്കുമായിരുന്നു. എല്ലാവർക്കും ഒന്നാമത്തെ സൊഫിൽ നിൽക്കാൻ കഴിയില്ലല്ലോ. ളുഹറിന് വന്ന ആളുകൾ അവർ ഒന്നാമത്തെ സൊഫ് കഴിഞ്ഞാൽ അടുത്ത ആളുകൾ അസറിന് ബുക്ക് ചെയ്യുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ നറുക്ക് എല്ലാവരുടെയും പേരിട്ട് ആദ്യം കിട്ടുന്ന സൊഫിൻ്റെ നിൽക്കാൻ സാധിക്കുന്ന ആളുകളുടെ അത്രയും എണ്ണം നറുക്കിൽ പേര് വീഴുന്നവർക്ക് കയറി നിൽക്കാൻ കഴിയുന്ന രൂപത്തിൽ ആളുകൾ ഒന്നാമത്തെ സൊഫിൻ്റെ മഹത്വം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ പരിശ്രമിക്കുമായിരുന്നു. ഇന്ന് ധാരാളം നറുക്കെടുപ്പുകൾ നടക്കുന്നുണ്ട്. ആ നറുക്കെടുപ്പുകളുടെ ചെറിയ സമ്മാനമാണെങ്കിൽ പോലും വാങ്ങുവാൻ വേണ്ടി എത്ര പൊരിഞ്ഞ വെയിലത്തും നമ്മളെല്ലാം പോയി നിൽക്കാൻ തയ്യാറാണ്. ആ നറുക്കെടുപ്പിൽ നമ്മുടെ എങ്ങാനും പേര് വീണാൽ വലിയ സന്തോഷമാണ് നമുക്ക്. എന്നാൽ നബി തങ്ങൾ പറയുകയാണ്, അതിനേക്കാളൊക്കെ വലിയ മഹത്തരമായ ഒന്നാമത്തെ സൊഫിലെ നൃത്തത്തിന് അതിൻ്റെ മഹത്വം അറിഞ്ഞിരുന്നുവെങ്കിൽ നറുക്കെടുത്തിട്ടായിരുന്നെങ്കിലും അത് കരഗതമാക്കാൻ നോക്കും. എന്ന് മാത്രമല്ല, 3 സ്ഥലങ്ങൾ, ആ 3 സ്ഥലങ്ങളുടെ മഹത്വം നല്ലതുപോലെ അറിഞ്ഞിരുന്നുവെങ്കിൽ ആളുകൾ മുട്ടിലിഴിഞ്ഞിട്ടാണെങ്കിലും, അവർക്ക് നടക്കുവാൻ കാലുകളില്ല, വീട്ടിൽ നിന്ന് നടന്നു വരുവാൻ സാധിക്കില്ല, അവർ മുട്ടിലിഴഞ്ഞിട്ടാണെങ്കിലും ഒന്നാമത്തെ സ്ഥലമാകുന്ന ഒന്നാമത്തെ സൊഫിലെത്തുവാൻ വേണ്ടി പരിശ്രമിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെയൊക്കെ അവസ്ഥ, നമ്മളൊക്കെ വളരെ ഹൃദയവിശാലതയുള്ള ആളുകളാണ്, വളരെ തുറന്ന ഹൃദയമുള്ള ആളുകളാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, പള്ളിയിലൊക്കെ നമ്മൾ ചെന്നാൽ നമ്മൾ ബാക്കിയുള്ള ആളുകൾ ഉന്തിയും തള്ളിയും ഒന്നാമത്തെ സൊഫിൽ നിൽക്കും. നമ്മൾ പുറകിൽ നിന്നോളാം, നമുക്ക് അത്രയും പ്രതിഫലമൊന്നും വേണ്ട, നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് അവർ രക്ഷപ്പെട്ട് അതിൻ്റെ പ്രതിഫലം കരഗതമാക്കട്ടെ എന്നോർത്തിട്ടാണോ, അത്രയും നല്ല മനസ്സിൻ്റെ ഉടമകളായിട്ടാണോ എന്നറിയില്ല, നമ്മളിന്ന് ചെയ്യുന്നത് നമ്മുടെ കൂടെയുള്ള ആളുകളെ തള്ളി ഒന്നാമത്തെ സൊഫി നിർത്തും, നമ്മളേറ്റവും ബാക്കി പോകും. പല ആളുകളും നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഇറങ്ങിപ്പോകാനുള്ള തയ്യാറെടുപ്പിനും കൂടി വേണ്ടിയിട്ടാണ് ഏറ്റവും അവസാനത്തെ സൊഫിലോട്ട് നിൽക്കുന്നത്. പക്ഷേ ഈ ആളുകൾ മനസ്സിലാക്കുന്നില്ലല്ലോ, ഈ ആളുകളൊന്നും തിരിച്ചറിയുന്നില്ലല്ലോ, ഒന്നാമത്തെ സൊഫിൻ്റെ മഹത്വം അറിയുന്നില്ലല്ലോ. ഒരു ജമാഅത്തിന് വരുന്നവരിൽ ഏറ്റവും അധികം പ്രതിഫലം കരഗതമാക്കുന്നത് ഒന്നാമത്തെ സൊഫിൽ വലതുഭാഗത്ത് നിൽക്കുന്നവർക്കാണ്, ഇമാമിൻ്റെ വലതുഭാഗത്ത്. രണ്ടാമത്തെ പ്രതിഫലം ഒന്നാമത്തെ സൊഫിലെ ഇടതുഭാഗക്കാർക്കാണ്. പിന്നീട് അടുത്ത സൊഫുകളിൽ ഇങ്ങനെ തന്നെ, അടുത്ത സൊഫിൽ ഇങ്ങനെ പ്രതിഫലം പുറകോട്ട് വരുംതോറും കുറഞ്ഞു വരും. നമ്മുടെയൊക്കെ പള്ളികളിൽ ഒരല്പം നേരത്തെ വന്നാൽ നമുക്കൊക്കെ ഒന്നാമത്തെ സൊഫിൽ നിൽക്കാൻ കഴിയും. എന്തിനേറെ ജുമുഅ നമസ്കാരത്തിന് പോലും നമ്മൾ ആദ്യം പള്ളിയിലേക്ക് വരും, പക്ഷേ ഒന്നാമത്തെ സൊഫിലിരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. മറ്റൊരു കാര്യം, മലക്കുകളുടെ ദുആ ലഭിക്കണമെങ്കിൽ അല്ലാഹ് അനുഗ്രഹിച്ചവർക്കേ അത് ലഭിക്കുകയുള്ളൂ. അല്ലാഹ് അനുഗ്രഹിച്ചവർക്ക് മാത്രമാണ് ഒന്നാമത്തെ സൊഫിൽ നിൽക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ആ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം. നേരത്തെ പള്ളിയിലെത്തി, അവർ പള്ളിയുടെ ഏതെങ്കിലും മൂലയിലുള്ള ഭിത്തികളിൽ ചാരിയിരിക്കും ജുമഅയ്ക്ക്, അവരായിരിക്കും ആദ്യം പള്ളിയിലെത്തിയവർ. പക്ഷേ ഒന്നാമത്തെ സൊഫിലിരിക്കാനുള്ള ഭാഗ്യം അവരുടെ മനസ്സിൽ അല്ലാഹു ഇട്ടുകൊടുക്കാത്തതിൻ്റെ പേരിൽ അവർക്ക് നഷ്ടപ്പെടും. നോക്കൂ, മലക്കുകളുടെ വളരെ പ്രധാനപ്പെട്ട ദുആയുടെ 8 സ്ഥലങ്ങൾ, 9ാമതൊരു സ്ഥലമില്ല. 8 സ്ഥലങ്ങളിൽ ഒന്നാമതായിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒന്നാമത്തെ സൊഫിൽ നിൽക്കുന്ന ആളുകൾക്ക് മലക്കുകളുടെ ദുആ ലഭിക്കും. സ്ത്രീകൾക്കും നേടിയെടുക്കാവുന്ന ഏറ്റവും നല്ല നിമിഷങ്ങളാണ്, ഏറ്റവും നല്ല സന്ദർഭങ്ങളാണ് ഈ പരിശുദ്ധമായ മാസം. തറാവീഹ് ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ ഇമാമിൻ്റെ തൊട്ടു പിന്നിലായിട്ട് നിൽക്കാൻ വേണ്ടി ശ്രമിക്കണം. എന്ന് മാത്രമല്ല, ഒരാൾക്ക് ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ പ്രതിഫലം കിട്ടണമെങ്കിൽ അയാൾ ഇമാം തക്ബീർ പറഞ്ഞ് കൈകെട്ടുമ്പോൾ ഒന്നാമത്തെ സൊഫിലുണ്ടായിരിക്കണം. ഹാജറുള്ള ആളുകൾക്കാണ്, ഒന്നാമത്തെ സൊഫിൽ ഹാജറുള്ള ആളുകൾക്കാണ് തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ പരിപൂർണമായ പ്രതിഫലം ലഭിക്കുകയുള്ളൂ എന്ന് ഫത്ഹുൽ മുഈൻ പോലെയുള്ള ഷാഫിഈ ഫിഖഹിൻ്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കുകളുടെ ആ ദുആ, മലക്കുകളുടെ ഇജാബത്തുള്ള പ്രത്യേകമായ ആ ദുആ ലഭിക്കുന്ന ഒന്നാമത്തെ വിഭാഗം ആളുകൾ ഒന്നാമത്തെ സൊഫിലായി നിൽക്കുന്ന ആളുകളാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് മലക്കുകളുടെ ദുആ ലഭിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് നമസ്കാരത്തിനു വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളാണ്.
ബാങ്കൊക്കെ വിളിക്കും മുമ്പ് ളുഹർ നമസ്കാരം കഴിഞ്ഞു. അസറിന് വേണ്ടി നേരത്തെ പള്ളിയിൽ ഒരുങ്ങി തയ്യാറായി ഇരിക്കുകയാണ്. ബാങ്ക് പോലും വിളിച്ചിട്ടില്ല. അയാളുടെ ലക്ഷ്യം ഒന്ന് മാത്രമാണുള്ളത്, അസറിൻ്റെ ജമാഅത്ത്, അസറിൻ്റെ നമസ്കാരം. ആ മനുഷ്യൻ എത്ര സമയം അവിടെ ഇരിക്കുന്നോ അത്രയും സമയം അദ്ദേഹത്തിന് ഈ മലക്കുകളുടെ ദുആ ലഭിക്കും. നമസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് നേരത്തെ വന്ന് പള്ളിയിലിരിക്കുന്ന ആളുകൾ. ഒരു മഹാനായ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ബാങ്ക് വിളിക്കും മുമ്പേ പള്ളിയിലേക്ക് പോകും. ബാങ്ക് വിളിക്കും മുമ്പേ പള്ളിയിൽ പോകും. ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളിയിൽ പോകാനുള്ള കാരണം? പള്ളിയിൽ പോകുവാൻ വേണ്ടിയാണല്ലോ ബാങ്ക് വിളിക്കുന്നത്, ബാങ്ക് വിളിച്ചതിന് ശേഷം പോയാൽ പോരെ? ആ മനുഷ്യൻ അവരോട് മറുപടി പറഞ്ഞു, ബാങ്ക് വിളിക്കുന്നത് മുഅദ്ദിനാണെങ്കിലും അതിൻ്റെ യഥാർത്ഥ വിളിയാളം അത് അള്ളാഹുവിൽ നിന്നാണ്. അല്ല വിളിക്കുന്നതിന് മുമ്പേ ഞാൻ പോയാൽ, ഞാൻ ചോദിക്കുന്നതിന് മുമ്പേ അള്ളാഹു എനിക്ക് തരുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ നമസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്നതെന്നൊരു മഹാൻ പറഞ്ഞു. സഹോദരങ്ങളെ, നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുക. സ്ത്രീകൾ വീട്ടിൽ നമസ്കരിക്കുമ്പോഴും നമസ്കാരത്തെ ബാങ്കിനെ പ്രതീക്ഷിച്ച് നേരത്തെ ഇരിക്കുക. ഇത് മലക്കുകളുടെ ദുആയ്ക്ക് കാരണമാകുന്ന സംഭവമാണ്, സ്ഥലമാണ്. മൂന്നാമത്, മലക്കുകളുടെ ദുആ ലഭിക്കുന്നത് തൻ്റെ സഹോദരൻ്റെ അസാന്നിധ്യത്തിൽ ആ സഹോദരന് വേണ്ടി ദുആ ചെയ്യുമ്പോഴാണ്. നമ്മുടെ അടുക്കൽ നമ്മുടെ ആ സഹോദരനില്ല, നമ്മുടെ ആ ബന്ധുവില്ല, നമ്മുടെ ആ സ്നേഹിതനില്ല. നമ്മൾ ദുആ ചെയ്യാണ്, പടച്ചവനെ ഇന്നയാൾക്ക് നീ കരുണ ചെയ്യണേ, അയാളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കണേ, അയാളുടെ കച്ചവടത്തിൽ നീ ബർക്കത്ത് നൽകണേ. നമ്മുടെ അടുത്തില്ലാത്ത സഹോദരന് വേണ്ടി നമ്മുടെ ആ ദുആയൊന്നും അയാൾ അറിയുന്നില്ല, നമ്മുടെ ആ ദുആയൊന്നും അയാൾ കേൾക്കുന്നുമില്ല. അങ്ങനെയുള്ള സഹോദരന് വേണ്ടി ഒരാൾ ദുആ ചെയ്താൽ ആ ദുആ ചെയ്തവന് വേണ്ടി മലക്കുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമതായി, മലക്കുകൾ ദുആ ചെയ്യുന്നത് ഏതെങ്കിലും ഒരാളെ സന്ദർശിക്കുന്ന സമയത്താണ്. അയാൾ രോഗിയാകണമെന്നൊന്നുമില്ല. ഏതെങ്കിലും തൻ്റെ സഹോദരനെ തങ്ങളുടെ ബന്ധങ്ങൾ ചേർക്കാൻ വേണ്ടി, കുടുംബബന്ധങ്ങൾ ചേർക്കുവാൻ വേണ്ടി, സ്നേഹബന്ധങ്ങൾ ചേർക്കുവാൻ വേണ്ടി, രക്തബന്ധങ്ങൾ ചേർക്കുവാൻ വേണ്ടി ഏതെങ്കിലും ഒരു സഹോദരനെയോ സഹോദരിയെയോ അതുമായി ബന്ധപ്പെട്ട ആളുകൾ സന്ദർശിച്ചാൽ ആ പോകുന്ന വഴിയിലൂടെ മുഴുവനും മലക്കുകൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട 4 സ്ഥലങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഈ റമളാൻ മാസത്തിൽ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന 4 സ്ഥലങ്ങൾ കൂടിയാണ്. മലക്കുകളുടെ ദുആ ലഭിക്കൽ ചെറിയ കാര്യമല്ലല്ലോ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ 4 സ്ഥലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും മലക്കുകളുടെ ദുആയിൽ ഭാഗവാക്കാകുവാൻ പരിശ്രമിക്കുകയും ചെയ്യണം. അടുത്ത 4 ഭാഗങ്ങൾ അടുത്ത ദിവസം നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു റബ്ബുൽ ആലമീൻ നാം ഈ പറഞ്ഞതൊക്കെ ഒരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ദുആ വസിയത്തോടെ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.